നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും. 4,18,000-ലധികം വിദ്യാർത്ഥികളാണ് 10ാം തരം പരീക്ഷ എഴുതുന്നത്. ചോദ്യപേപ്പറുകളും ഉത്തരക്കടലാസുകളും ട്രഷറികളിലും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും എത്തിക്കുന്ന നടപടികൾ പൂർത്തിയായി. യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ രാജിവെച്ചു. CPM ധാരണ പ്രകാരമാണ് രാജി. AV ഗോപിനാഥ് പുതിയ ചെയർമാനാകുന്നത് സംബന്ധിച്ച ധാരണയായെന്ന് സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃത്താലയിൽ VT ബൽറാമിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പടയൊരുക്കം. ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേക ഗ്രൂപ്പ് യോഗം ചേർന്നു. ഏകാധിപത്യ രീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിമർശനം. ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തിഗാന മാധുര്യവുമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ഭക്തി നിറവിൽ ഗാനസമർപ്പണം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ഭക്തസഹസ്രങ്ങൾ. വിശദമായ വാർത്തയിലേക്ക്. കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ രാജിവെച്ചു. CPM ധാരണ പ്രകാരമാണ് രാജി. മാർച്ച് 13-നാണ് ചെയർമാന്റെ കാലാവധി അവസാനിക്കുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നതിന് മുമ്പായി പുതിയ ഭരണസമിതി രൂപീകരിക്കാനാണ് ശ്രമം നടക്കുന്നത്. CPM നേതാവ് AV ഗോപിനാഥ് പുതിയ ചെയർമാനാകുന്നത് സംബന്ധിച്ച് ധാരണയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് നടന്ന പാർട്ടി ഓഫീസ് ഉദ്ഘാടനത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗോപിനാഥും ചർച്ച നടത്തിയിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFുമായി സഖ്യമുണ്ടാക്കി പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തിൽ ഗോപിനാഥ് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. തന്നെ CPM കാലുവാരി തോൽപ്പിച്ചതാണെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. തുടർന്ന് CPM പ്രാദേശിക നേതാക്കളെ വിമർശിച്ചും രംഗത്തെത്തി. പാലക്കാട്ടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിർണായക സ്വാധീനമുള്ള ഗോപിനാഥനെ അനുനയിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ സ്ഥാനം പദവി നൽകിയതെന്ന് സംസാരമുണ്ട്. ഗോപിനാഥനെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഇറങ്ങുന്ന മുറയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. രാജിവെച്ച ഡോക്ടർ VK വിജയന് ജീവനക്കാർ യാത്രയയപ്പ് നൽകി. ഈ അധ്യയന വർഷത്തെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും. 4,18,000-ലധികം വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരീക്ഷാ നടത്തിപ്പിനായി ചോദ്യപേപ്പറുകളും ഉത്തരക്കടലാസുകളും ട്രഷറികളിലും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും എത്തിക്കുന്ന നടപടികൾ ഇതിനകം തന്നെ പൂർത്തിയായി. സംസ്ഥാനത്തുടനീളം 26,000 അധ്യാപകരെയാണ് പരീക്ഷാ ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 7-ന് ആരംഭിച്ച് ഏപ്രിൽ 28-ന് പൂർത്തിയാക്കി മെയ് 3-ാം വാരത്തിനുള്ളിൽ ഫലപ്രഖ്യാപനം നടത്താനാണ് വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. 1-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ വ്യാഴാഴ്ചയും 2-ാം വർഷ പരീക്ഷകൾ വെള്ളിയാഴ്ചയുമാണ് ആരംഭിക്കുന്നത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ഉം 2ഉം വർഷങ്ങളിലായി 8,60,000-ലധികം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഇതിനായി കേരളത്തിലും പുറത്തുമായി 1984 പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ഏപ്രിൽ 6-ന് ആരംഭിച്ച് മെയ് 22-ഓടെ ഫലം പ്രഖ്യാപിക്കാൻ കഴിയുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഗൾഫ് മേഖലയിൽ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ പരീക്ഷകൾ മാറ്റിവെച്ചിട്ടുണ്ട്. ചാവക്കാട് നഗരസഭ ബജറ്റ് കീറിയെറിഞ്ഞ് ബജറ്റ് ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ബജറ്റ് ചർച്ചയിൽ അതൃപ്തി പ്രകടിപ്പിച്ചാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. കൊല്ലപ്പെട്ട മുൻ ചെയർമാൻ KP വത്സലന്റെ സ്വപ്ന പദ്ധതികളായ മത്തിക്കായൽ പാടശേഖരത്തെ നെൽകൃഷിക്കും പുത്തൻകടപ്പുറത്തെ മിനി ഹാർബറിനു വേണ്ടിയും യാതൊന്നും ചെയ്യാതെ KP വത്സലന്റെ സ്വപ്ന പദ്ധതികളെ തിരസ്കരിച്ച നഗരസഭാ ഭരണസമിതിയുടെ ബജറ്റ് നിരാശാജനകമാണെന്നും ചാവക്കാട്ടെ ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും മത്സ്യത്തൊഴിലാളികളെയും കർഷകരെയും വഞ്ചിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമത്തിനും വേണ്ടി യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഈ ബജറ്റ് ജനവിരുദ്ധമാണെന്നും പ്രതിപക്ഷ നേതാവ് CA ഗോപപ്രതാപൻ കുറ്റപ്പെടുത്തി. ഇവിടെ KP വത്സലന്റെ സ്വപ്ന പദ്ധതി എന്ന് CPM തന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി വിശേഷിപ്പിക്കുന്ന മത്തിക്കായൽ പാടശേഖരത്തിലെ നെൽകൃഷി, പുത്തൻകടപ്പുറത്തെ മിനി ഹാർബർ, ഇത് പരിപോഷിക്കുന്നതിന് വേണ്ടിയുള്ള യാതൊരു നടപടികളും ഈ ബഡ്ജറ്റിലില്ല. 30 ഏക്കർ കൃഷി സ്ഥലത്ത് കൃഷി നടത്തുന്നുണ്ട് എന്ന് അവകാശപ്പെട്ടിട്ട്
1.5 ഏക്കറിൽ പോലും കൃഷി നടത്താൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ പാലയൂർ പിൽഗ്രിമേജ് ടൂറിസത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ചാവക്കാട് ആശുപത്രിയും ചാവക്കാടിന്റെ പരിസരവും ഒക്കെ മാലിന്യ കൂമ്പാരങ്ങളായി മാറിയിരിക്കുകയാണ്. മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയുള്ള യാതൊരു നടപടിയും ഈ നഗരസഭയുടെ ഭാഗത്തുനിന്നില്ല. കഴിഞ്ഞ കാലങ്ങളിലെ ബഡ്ജറ്റ് കണക്ക് മാറ്റി അവതരിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇതൊരു കടലാസ് ബഡ്ജറ്റ് മാത്രമാണ്. ചാവക്കാട്ടെ ജനങ്ങളോട് പ്രതിബദ്ധതയും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ ഈ ബജറ്റ് പിൻവലിച്ച് ജനക്ഷേമ ബജറ്റ് അവതരിപ്പിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. തുടർന്ന് ബജറ്റ് രേഖ കീറിക്കളഞ്ഞ് പ്രതിപക്ഷ കൗൺസിലർമാർ ഇറങ്ങിപ്പോയി. കൗൺസിലർമാരായ ആസിഫ് പാലയൂർ, ആരിഫ് പാലയൂർ, ജോയ്സി ടീച്ചർ, ഷർമിള സത്താർ, സീനത്ത് നൌഷാദ്, ഷെഫീന നൌഷാദ്, TS സനൂപ്, ഷാജി, പ്രജിത പ്രദീപ്, തനുജ, സുജാത സത്യൻ എന്നിവരാണ് ചർച്ച ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയത്. തുടർന്ന് പ്രതിപക്ഷ കൗൺസിലർമാരുടെ അഭാവത്തിൽ ബജറ്റ് അംഗീകരിച്ചു. ചാവക്കാട് നഗരസഭ ബജറ്റ് ചർച്ച UDF രാഷ്ട്രീയ കവലപ്രസംഗമാക്കി മാറ്റിയെന്ന് ചെയർമാൻ AH അക്ബർ കുറ്റപ്പെടുത്തി. ചാവക്കാടിന്റെ വികസനത്തിന് കൂടുതൽ കരുത്തു പകരുന്ന വികസന പദ്ധതികളാണ് പുതിയ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബജറ്റ് വായിച്ചു നോക്കുക പോലും ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ബജറ്റ് കീറിയെറിഞ്ഞുള്ള ഇറങ്ങിപ്പോക്ക് നാടകം. പ്രവാസികൾ ഉൾപ്പെടെ ചാവക്കാട്ടുകാരുടെ എക്കാലത്തെയും വികസന സ്വപ്നങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് വൈബ്രന്റ് സിറ്റി എന്ന നൂതന വികസന പദ്ധതി. ഭൂവുടമകളുടെ സഹകരണത്തോടെ ലാൻഡ് പൂളിംഗ് വഴി പ്രവാസികൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകരുടെ സഹകരണത്തോടെ 100 കോടി രൂപയുടെ സിറ്റിയാണ് വിഭാവനം ചെയ്യുന്നത്. മിനി വാഗമൺ എന്ന പദ്ധതിയും ചാവക്കാടിന്റെ മുഖച്ഛായ മാറ്റുന്നതാണ്. 20 കോടിയോളം രൂപ വൻകിട സ്ഥാപനങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത ഫണ്ട്, പരസ്യ വരുമാനങ്ങൾ എന്നിവയിലൂടെ കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നത്. ചാവക്കാടിന്റെ ടൂറിസം സാധ്യതകളെ കൂടുതൽ സജീവമാക്കുന്ന ഈ പദ്ധതിയെയും UDF പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കും എന്ന പ്രഖ്യാപനമാണ് ബജറ്റ് കീറിയെറിഞ്ഞുകൊണ്ട് നടത്തിയത് എന്നും ഇത് നശീകരണ രാഷ്ട്രീയമാണെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃത്താലയിൽ VT ബൽറാമിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പടയൊരുക്കം. ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേക ഗ്രൂപ്പ് യോഗം ചേർന്നു. ഏകാധിപത്യ രീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വിമർശനം. കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാകുന്നതിനിടെയാണ് മുൻ MLA VT ബൽറാമിനെതിരെ ശക്തമായ പടിയൊരുക്കവുമായി ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയത്. VT ബൽറാം ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നും സാധാരണ പ്രവർത്തകരെയും നേതാക്കളെയും വിശ്വാസത്തിലെടുക്കുന്നില്ലെന്നുമാണ് ഉയരുന്ന പ്രധാന ആരോപണം. ബൽറാമിന്റെ പ്രവർത്തന ശൈലിയിൽ പ്രതിഷേധിച്ച് തൃത്താലയിലെ ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേക ഗ്രൂപ്പ് യോഗം ചേർന്നു. കഴിഞ്ഞ ദിവസമാണ് K കരുണാകരൻ ഫൗണ്ടേഷൻ എന്ന പേരിൽ മണ്ഡലത്തിൽ പുതിയ ഗ്രൂപ്പ് രൂപീകരണം നടന്നത്. DCC ഭാരവാഹികൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ 30-ലധികം പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ഈ യോഗം നടന്നത്. പടിഞ്ഞാറങ്ങാടിയിൽ മുതിർന്ന കോൺഗ്രസ് അംഗത്തിന്റെ വസതിയിൽ വെച്ചായിരുന്നു യോഗം. പാർട്ടി പ്രവർത്തകരെ ഏകോപിപ്പിക്കുന്നതിൽ ബൽറാം പരാജയപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ ഏകാധിപത്യ രീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഗ്രൂപ്പ് യോഗത്തിൽ വിമർശനമുയർന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃത്താലയിലെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് തർക്കങ്ങളായിരുന്നു ബൽറാമിന്റെ തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്നായത്. നിലവിൽ ഇത്തരം തർക്കങ്ങൾ മറുനീക്കി പുറത്തുവന്നത് തൃത്താലയിലെ കോൺഗ്രസ് പ്രവർത്തകരിലും വൻ നിരാശ പടർത്തിയിട്ടുണ്ട്. ഞമനങ്ങാട് കോടത്തൂർ ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഗാനമേളയ്ക്കിടെ ഉണ്ടായ സംഘർഷത്തിൽ 4 പേരെ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. അഞ്ഞൂർ നെല്ലിക്കത്തറ സ്വദേശി കാക്കശ്ശേരി വീട്ടിൽ സായൂജ്, പുല്ലാംവളപ്പ് കാക്കനാട് വീട്ടിൽ അജീഷ് ചക്കിത്തറ, തോട്ടുപുറത്ത് രാഖിൽ, നെല്ലിക്കത്തറ കണ്ണേകലത്ത് വീട്ടിൽ ജിതിൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ഗാനമേള കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന BJP പ്രവർത്തകരായ കടങ്ങോട്ടയിൽ ദിലീഷ്, ഉപ്പത്തിൽ അഭിനവ് എന്നിവർക്കാണ് സംഘർഷത്തിൽ പരിക്കേറ്റത്. മുൻ വൈരാഗ്യത്തെ തുടർന്ന് സംഘം ചേർന്ന് ആയുധങ്ങളുമായി എത്തി ആക്രമിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. തലയ്ക്കും കാലിനും പരിക്കേറ്റ ദിലീഷിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതികളെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പാവർട്ടി ചിറക്കൽ ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് ചൊവ്വാഴ്ച രാത്രിയിൽ പിടികൂടിയത്. വടക്കേക്കാട് SHO രമേശിന്റെ നേതൃത്വത്തിൽ SI മൻസൂർ KP, CPOമാരായ പ്രദീപ്, റോഷൻ, റെജിൻ, ബൈജു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ ട്രഷറി അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കുന്നംകുളം സബ് ട്രഷറി കെട്ടിടം നാടിന് സമർപ്പിച്ചു. CV സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. സബ് ട്രഷറി ഓഫീസ് നിലനിന്നിരുന്ന സ്ഥലത്തെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റിയാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. 1.65 കോടി രൂപയാണ് നിർമ്മാണ ചെലവ്.
ഒറ്റനിലയിലായി 2200 ചതുരശ്ര അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ വെയിറ്റിംഗ് ഏരിയ, ക്യാഷ് കൗണ്ടർ, JS/STO ക്യാബിനുകൾ, 10 കൗണ്ടറുകൾ, സ്ട്രോങ് റൂം, ഗാർഡ് റൂം, റെക്കോർഡ് റൂം, പൊതുജനങ്ങൾക്കുള്ള ടോയ്ലറ്റ്, റാമ്പ്, സ്റ്റെയർ റൂം തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനു വേണ്ടി HLL ലൈഫ് കെയർ ലിമിറ്റഡാണ് പദ്ധതി നിർവഹിച്ചത്. യോഗത്തിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കായി സബ് ട്രഷറിയുടെ കെട്ടിടവും മാറും എന്നെനിക്ക് ഉറപ്പുണ്ട്. നമ്മുടെ കുന്നംകുളം താലൂക്കിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും എല്ലാ സ്വതന്ത്രമായ ഓഫീസുകൾ ഉണ്ടാകാൻ കുറേ എണ്ണത്തിന് താലൂക്ക് കോമ്പൗണ്ടിൽ ആ കെട്ടിടത്തിൽ ഓഫീസ് സൗകര്യമൊരുക്കാൻ നമുക്ക് ഈ 10 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഈ നാട് ഒരുമിച്ച് നിന്നിട്ടുണ്ട്. സർക്കാരിൻ്റെ സേവകരായ ഉദ്യോഗസ്ഥന്മാരും ആ അർത്ഥത്തിൽ നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്ത്, നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, CPM ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, സെബാസ്റ്റ്യൻ ചൂണ്ടൽ, പ്രേംരാജ് ചൂണ്ടലാത്ത്, KR പ്രേംരാജ്, ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, MK സുകുമാരൻ, CG ജോബ്രാജ്, ആശ അരവിന്ദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ ഗർഭാശയഗള ക്യാൻസറിനെതിരെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പയിന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ KK ജ്യോതിരാജ് അധ്യക്ഷത വഹിച്ചു. പൂക്കോട് കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ S രാജലക്ഷ്മി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ V അനൂപ്, ഷാനി റെജി, കൗൺസിലർമാരായ P രമേശ്, സുഷ ബാബു, ചന്ദ്ര രാമകൃഷ്ണൻ, ആതിര രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. വായിച്ചപ്പോൾ കണ്ടത്, അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇനി വരുന്ന തലമുറയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മളുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരും തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ ഒരു ബോധവൽക്കരണ പരിപാടിയും ഈ വാക്സിനും കൊടുക്കുന്നതിന് വേണ്ടി ഇതൊരു നല്ല ഒരു പരിപാടിയായിട്ട് നമുക്ക് നമ്മുടെ വാർഡുകളിൽ നല്ല രീതിയിലുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ കുട്ടികൾക്ക് ഇത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് പറഞ്ഞു. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലം പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി താൽക്കാലികമായി നിർമ്മിക്കുന്ന പാതയുടെ പുരോഗതി വിലയിരുത്താൻ AC മൊയ്തീൻ MLA സ്ഥലം സന്ദർശിച്ചു. കാട്ടകമ്പൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TC ചെറിയാൻ, CK സദാനന്ദൻ, CPM ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ് എന്നിവരും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. നിർമ്മാണ കമ്പനിയായ CH കൺസ്ട്രക്ഷന്റെ സൂപ്പർവൈസറോട് നിർമ്മാണത്തെപ്പറ്റി AC മൊയ്തീൻ MLA ചോദിച്ചറിഞ്ഞു. കാട്ടകമ്പൽ പഞ്ചായത്തിനെയും കുന്നംകുളം നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ചെറുവള്ളിക്കടവ് പാലത്തിന്റെ പുനർനിർമ്മാണം ഒരാഴ്ച മുമ്പ് ആരംഭിച്ചിരുന്നു. പാലത്തിന് സമീപം താൽക്കാലിക ബണ്ടിന്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടക്കുന്നത്. 100 അടിത്തോട്ടിൽ തെങ്ങുകുറ്റികൾ അടിച്ചു താഴ്ത്തി മണ്ണിട്ട് ഉയർത്തിയാണ് ബണ്ട് നിർമ്മിക്കുന്നത്. സംസ്ഥാന സർക്കാർ പാലം പണിയാനായി അനുവദിച്ച 7.94 കോടി രൂപ വിനിയോഗിച്ചാണ് പുനർനിർമ്മിക്കുന്നത്. നിലവിലുള്ള ചെറുവള്ളിക്കടവ് പാലത്തിന് 30 മീറ്റർ നീളവും ആകെ 4.65 മീറ്റർ വീതിയുമാണുള്ളത്. പുതിയ പാലം 20 മീറ്റർ നീളമുള്ള 3 സ്പാനോടുകൂടി ആകെ 60 മീറ്റർ നീളത്തിലും ഇരുവശത്തും 1.5 മീറ്റർ വീതിയുള്ള നടപ്പാതകളും 7.5 മീറ്റർ വീതിയുള്ള കാരേജ് വേയും അടക്കം ആകെ 11 മീറ്റർ വീതിയിലുമായാണ് നിർമ്മിക്കുക. പാലത്തിന്റെ ഇരുവശങ്ങളിലുമുള്ള നടപ്പാതകൾ ടൈൽ വിരിച്ച് മനോഹരമാക്കുകയും പാലത്തിന്റെ ഇരുഭാഗത്തും സിമന്റ് കോൺക്രീറ്റ് കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി കെട്ടി ഉയർത്തി അപ്രോച്ച് റോഡ് നിർമ്മിച്ച് ഉപരിതലം ഇന്റർലോക്കിംഗ് ടൈൽ പാകുകയും പാലം നിർമ്മിക്കുന്ന സ്ഥലത്ത് തടസ്സമായി നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്യും. പാലം പുനർനിർമ്മാണം കഴിയുന്നതോടെ ഗതാഗത തടസ്സം മാറുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. NSS വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത് ലഭിച്ച ജൈവാരിയും അവിലും വിറ്റ് കിട്ടിയ ലാഭം പൂർവ്വ വിദ്യാർത്ഥിയുടെ 20 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ജീവന് കരുതലായി. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരാണ് ജൈവ കൃഷി ചെയ്ത് ഗ്രീഷ്മ, നിധീഷ് ദമ്പതികളുടെ കുരുന്നിന് ചികിത്സാ സഹായം നൽകിയത്. കുഞ്ഞിന്റെ അടിയന്തര ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി ഭീമമായ തുക ആവശ്യമാണ്. ഇതിലേക്ക് അരിയും അവിലും വിറ്റ് കിട്ടിയ 15,000 രൂപ ഗ്രീഷ്മയ്ക്ക് കൈമാറി. NSS പ്രോഗ്രാം ഓഫീസർ രേഷ്മ പടിക്കവളപ്പിൽ, അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ NA വിനീത, ലീഡർമാരായ ദേവിക, ആര്യദേവ്, PTA പ്രസിഡന്റ് CM അഷ്റഫ് എന്നിവർ നേതൃത്വം നൽകി. CCTVയുടെ മുൻ റിപ്പോർട്ടർ കൂടിയായ നിധീഷിന്റെ കുഞ്ഞിനാണ് ചികിത്സാ സഹായം തേടുന്നത്. കാണാനില്ല. വെളിയങ്കോട് അയ്യോട്ടിച്ചിറ സ്വദേശിയും മന്ദലാങ്കുന്നിൽ താമസക്കാരനുമായ തേൻകുളം അബൂബക്കർ മൗലവി മകൻ സഹദ് എന്ന മുഹമ്മദ് സഹദുദ്ദീനെ കാണാനില്ലെന്ന് പരാതി. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലോ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അറിയിക്കണം.
ഫോൺ നമ്പറുകൾ 94 97 94 72 06, 98 47 02 74 03. ആളൂർ പുറവക്കോട്ട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച രാവിലെ നട തുറക്കലിനു ശേഷം നടന്ന നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെയും ക്ഷേത്രമേൽശാന്തി എടക്കളത്തൂർ പൈനാടുമന ഹരിനാരായണൻ നമ്പൂതിരിയും കാർമ്മികരായി. രാവിലെ 11:30 മുതൽ ബ്രഹ്മരക്ഷസ് ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാദസ്വരത്തിന്റെയും വർണ്ണക്കാവടിയുടെയും അകമ്പടിയോടെയുള്ള എഴുന്നള്ളിപ്പ് ഉച്ചയ്ക്ക് 1 മണിവരെ നടന്നു. പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനം ഒരുക്കിയിരുന്നു. രാത്രി 11:15 മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കാവടികൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കും. രാത്രി 1 മണിവരെ ആഘോഷങ്ങൾ നീളും. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ ശശി കോട്ടയിൽ, ഷിജു പുല്ലാനിപ്പറമ്പത്ത്, ദിനേശ് മുള്ളനാട് എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് നേതൃത്വം നൽകി. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിക്കുന്ന പുതിയ നാടകമായ ഒറ്റക്കാളയുടെ ടൈറ്റിൽ പ്രകാശനം നടന്നു. പ്രേക്ഷക പ്രശംസ നേടിയ വ്യത്യസ്തമായ നാടകാവതരണമായ ശങ്കരേട്ടന്റെ വെളിപാടുകൾക്ക് ശേഷം ഒട്ടേറെ പുതുമകളോടെ ഒരുക്കുന്ന ഒറ്റക്കാള നാടകത്തിന്റെ പോസ്റ്റർ റിലീസ് പ്രശസ്ത ചലച്ചിത്ര നടൻ ഇർഷാദ് നിർവഹിച്ചു. ലോക നാടക ദിനമായ മാർച്ച് 27-ന് ആദ്യ അവതരണത്തിനൊരുങ്ങുന്ന നാടകം സംവിധാനം ചെയ്യുന്നത് പ്രദീപ് നാരായണനാണ്. പ്രശസ്ത എഴുത്തുകാരനായ മുസ്തഫ പെരുമ്പറമ്പത്ത് എഴുതിയ ജ്യോതിർഗമയ, പ്രദീപ് നാരായണൻ എഴുതിയ സുലോചനയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് എന്നീ ചെറുകഥകളും കുറച്ച് നാട്ടുവിശേഷങ്ങളും ചേർത്താണ് ഒറ്റക്കാള ഒരുക്കുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള 50ഓളം നാടകങ്ങൾ 2014 മുതൽ രംഗത്തെത്തിച്ച് അമേച്ചർ നാടകരംഗത്ത് സജീവ സാന്നിധ്യമായ ഈ നാടക സംഘത്തിന്റെ ഏറ്റവും പുതിയ നാടകത്തിന്റെ രചന പ്രശസ്ത നാടകകൃത്ത് സജീവൻ പ്രദീപൻ നിർവഹിച്ചിരിക്കുന്നു. പ്രഗത്ഭരായ നാടകപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പരിശീലന കളരികളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നിരന്തരമായി സംഘടിപ്പിക്കുന്ന ഈ നാടക സംഘത്തിന് സാംസ്കാരിക പ്രവർത്തകനായ രാജൻ പുഷ്പാഞ്ജലിയാണ് നേതൃത്വം നൽകുന്നത്. ഈ പ്രദേശത്തെ 20ഓളം നാടകപ്രവർത്തകർ അരങ്ങിലും അണിയറയിലും പ്രവർത്തിക്കുന്നു. പശ്ചാത്തല സംഗീതം ശ്രീനു പെരുമ്പിലാവ്, ലൈറ്റ്സ് സുരേന്ദ്രൻ തില്ലാന, മ്യൂസിക് എക്സിക്യൂഷൻ അൻസാർ അബ്ബാസ്, ആർട്ടിസ്റ്റ് കോർഡിനേഷൻ സുനിൽ ചന്ദ്രൻ, ഓഫീസ് നിർവഹണം സത്യൻ കണ്ടാണശ്ശേരി എന്നിവരാണ് നാടകത്തിന്റെ പ്രധാന അണിയറ പ്രവർത്തകർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായുള്ള പുസ്തക സമാഹരണം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയലത്തൂർ സെന്റ് ഫ്രാൻസിസ് UP സ്കൂളിൽ നടത്തി. വായനയിലൂടെ ഉന്നതിയിലേക്ക് എന്ന ആശയവുമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ജിൽസി ബാബു പുസ്തക സമാഹരണം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷനായി. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി ശേഖരിച്ച 80-ൽ പരം പുസ്തകങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീജ മൊയ്തുണി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ബിനോജ്, വാർഡ് മെമ്പർമാരായ ഹൈറുന്നീസ അബൂബക്കർ എന്നിവർ പങ്കെടുത്തു. പുസ്തകങ്ങൾ നൽകിയ എല്ലാ വിദ്യാലയങ്ങൾക്കും വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ബിജി പോൾ സ്വാഗതവും RGSA ബ്ലോക്ക് കോർഡിനേറ്റർ R ശാന്തികൃഷ്ണ നന്ദിയും പറഞ്ഞു. ഇനി ഗുരുവായൂർ ഉത്സവ വിശേഷം. ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തിഗാന മാധുര്യവുമായി മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര. ഭക്തി നിറവിൽ ഗാനസമർപ്പണം ഹൃദയത്തിലേറ്റുവാങ്ങി ഭക്തസഹസ്രങ്ങൾ.
ഗണപതി സ്തുതിയോടെ തുടങ്ങിയ ഗാനസന്ധ്യയിൽ KS ചിത്ര കൂടുതലും പാടിയത് കൃഷ്ണഭക്തിഗാനങ്ങളാണ്. പ്രശസ്ത സംഗീത സംവിധായകൻ TS രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഓർക്കസ്ട്ര ഒരുക്കിയത്. ആയിരങ്ങളാണ് ഗാനമേള ആസ്വദിക്കാനെത്തിയത്. ഭക്തിഗാനമേള സമർപ്പണത്തിനെത്തിയ KS ചിത്രയെ ദേവസ്വം ആദരിച്ചു. ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിലവിളക്ക് ഉപഹാരമായി സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ പൊന്നാട അണിയിച്ചു. ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ചീഫ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസർ KP സജിത്ത്, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ T രാധിക, അസിസ്റ്റന്റ് മാനേജർ KG സുരേഷ് കുമാർ, PRO വിമൽ ജി നാഥ് എന്നിവർ സന്നിഹിതരായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുഷ്പോത്സവത്തിൽ ആക്സസ് സ്റ്റാൾ പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ശ്രീഹരി പൂക്കോട്ടിലിന് ആക്സ് ലൈഫ് മെമ്പർഷിപ്പ് കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. കൗൺസിലർ സിനിഷ അനീഷിന് ആക്സ് സെക്രട്ടറി പ്രസാദ് പട്ടണത്ത് മെമ്പർഷിപ്പ് നൽകി. ആക്സ് പ്രസിഡന്റ് KP റഷീദ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, ആക്സ് പ്രവർത്തകരായ അനിൽ മൂത്തേടത്ത്, മോഹന ചിത്ര, വത്സൻ കളത്തിൽ, ഷാജി അതിരിങ്ങൽ, സ്റ്റീഫൻ ജോസ്, PK സാബിർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവ ചടങ്ങുകളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് സ്വർണം. ഉത്സവ സമയത്ത് കണ്ണന്റെ സർവ്വവും സ്വർണമയമാണ്. ഉത്സവ ചടങ്ങുകളിൽ സ്വർണത്തിന് പ്രാധാന്യമേറെയാണ്. സ്വർണധ്വജത്തിൽ കൊടിയേറിയാൽ ഗുരുവായൂരപ്പന്റെ നിവേദ്യ പാത്രങ്ങളടക്കം സർവ്വതിനും കനകപ്രഭയായിരിക്കും. കൊടിയേറ്റ ദിവസം മുതൽ ആറാട്ട് വരെയുള്ള 10 ദിവസത്തെ മാത്രം പ്രത്യേകതയാണ് ഈ സ്വർണമയം. സ്വർണ്ണ ഉരുളിയിലാണ് ഭഗവാന് ഉച്ചപൂജയുടെ നിവേദ്യം. സ്വർണ്ണക്കുടത്തിലെ പായസവും സ്വർണ്ണക്കിണ്ണത്തിലെ ഉറത്തൈരുമായാണ് ഭഗവാന്റെ ഉച്ചയൂണ്. പതിവ് ദിവസങ്ങളിലുള്ള സ്വർണ്ണ ഓടങ്ങളിലെ വിഭവങ്ങളുമുണ്ടാകും. ഉത്സവത്തിന്റെ 2ാം ദിവസം മുതൽ രാവിലെയും രാത്രിയിലും സ്വർണ്ണ പഴുക്കാ മണ്ഡപത്തിലാണ് ഭഗവാൻ ദർശനം നൽകുക. 6ാം വിളക്ക് മുതൽ സ്വർണ്ണക്കോലത്തിലാണ് ഭഗവാൻ എഴുന്നള്ളുക. ശ്രീഭൂതബലിയുടെ ഹവിസ് പാലികയും കൈവട്ടകയും സ്വർണത്തിൽ തന്നെയാണ്. ആറാട്ടുകടവിലെ മഞ്ഞൾപ്പൊടി അഭിഷേകം സ്വർണ്ണ സിംഹാസനത്തിലായിരിക്കും. ഉത്സവകാലത്ത് ശീവേലി എഴുന്നള്ളിപ്പുകൾക്ക് സ്വർണ്ണവർണ്ണ നെറ്റിപ്പട്ടങ്ങൾ നിർബന്ധമാണ്. എന്നാൽ ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിനും ആറാട്ട് പള്ളിവേട്ട സമയങ്ങളിലെ ഓട്ടപ്രദക്ഷിണങ്ങൾക്കും വെള്ളി നെറ്റിപ്പട്ടങ്ങളാണ് ആനകൾക്ക് കെട്ടുക എന്നതും ഉത്സവത്തിലെ മാത്രം പ്രത്യേകതയാണ്. പള്ളിവേട്ട കഴിഞ്ഞുള്ള ഭഗവാന്റെ പള്ളിയുറക്കം വെള്ളിക്കട്ടിലാണ്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ പ്രധാന സവിശേഷത ആനയോട്ടമാണ്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവം ആരംഭിക്കുന്നതും സമാപിക്കുന്നതും ആനയോട്ടത്തോടെയാണ്. ഉത്സവ കൊടിയേറ്റ ദിവസം മഞ്ചുളാൽ പരിസരത്ത് നിന്നാണ് ആനയോട്ടം ആരംഭിക്കുന്നത്. തുടർന്നുള്ള 10 ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ ആനയോട്ടമുണ്ടാകും. ശ്രീഭൂതബലിയുടെ ഭാഗമായാണ് ദിവസവും ക്ഷേത്രത്തിനകത്ത് ആനയോട്ടം നടത്തുന്നത്. 4ാമത്തെ പ്രദക്ഷിണത്തിന് ഓദിക്കൻ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്ത് ക്ഷേത്രപാലകന് ബലി തൂകുന്ന ആചാരമുണ്ട്. ഈ സമയത്താണ് ആനയോട്ടം നടക്കുക. ഓടുന്ന ആനയുടെ പുറകിൽ ഭക്തരുമുണ്ടാകും. ദിവസവും രാവിലെ 11-നും രാത്രി 8-നുമാണ് ശ്രീഭൂതബലി. ശ്രീഭൂതബലിക്ക് പുറമെ പള്ളിവേട്ടയ്ക്കും ആറാട്ടിനും ക്ഷേത്രത്തിൽ ഓട്ടപ്രദക്ഷിണമുണ്ട്. പള്ളിവേട്ടയ്ക്ക് 9-ഉം ആറാട്ടിന് 11-ഉം പ്രദക്ഷിണം ഓടണം. ആറാട്ടിന്റെ ഓട്ടപ്രദക്ഷിണം കഴിയുന്നതോടെയാണ് ഉത്സവം കൊടിയിറങ്ങുക. മാർച്ച് 9-നാണ് ആറാട്ട്. കാട്ടകാമ്പൽ പഞ്ചായത്തും തലപ്പള്ളി താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംഘടിപ്പിച്ച സംരംഭകത്വ ശില്പശാല പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, ശൈലജ അരുൺദാസ്, KM റസാഖ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ, ബ്ലോക്ക് പഞ്ചായത്ത് കാട്ടകാമ്പൽ ഡിവിഷൻ മെമ്പർ വിജയ ഗോപി,
വിവിധ വാർഡ് മെമ്പർമാർ, CDS ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സംരംഭകർക്കുള്ള സേവനങ്ങളും രജിസ്ട്രേഷനും എന്നീ വിഷയങ്ങളിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ P. സുധീർ, കാട്ടകമ്പാൽ പഞ്ചായത്ത് വ്യവസായ വകുപ്പ് പ്രതിനിധി MS. സൂരജ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. വിശ്വാസതീഷ്ണതയുടെ 150 വർഷങ്ങൾ പിന്നിടുന്ന ചരിത്രപ്രസിദ്ധമായ പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥാടന കേന്ദ്രം ആഘോഷങ്ങളുടെയും നവീകരണത്തിന്റെയും പാതയിൽ 150ാം വാർഷിക സ്മരണാർത്ഥം നടപ്പിലാക്കുന്ന ദൈവാലയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവകയിലെ ഓരോ കുടുംബത്തിന്റെയും സാന്നിധ്യം അൾത്താരയിൽ ഉറപ്പുവരുത്തുന്ന കുടുംബ സമർപ്പണ പദ്ധതിക്ക് തുടക്കമായി. ഇടവകയിലെ ഓരോ കുടുംബാംഗങ്ങളുടെയും പേരുകൾ ഉൾപ്പെടുത്തിയ പ്രത്യേക സ്മരണിക കാർഡുകൾ പുനരുദ്ധാരണം ചെയ്യുന്ന അൾത്താരയിൽ പ്രാർത്ഥനാപൂർവ്വം സ്ഥാപിച്ചു. 1876 സ്ഥാപിതമായ ഈ പുണ്യസങ്കേതം 1.5 നൂറ്റാണ്ടിൻ്റെ ചരിത്രമാണ് പേറുന്നത്. നവീകരണം പൂർത്തിയാകുന്നതോടെ അൾത്താരയിൽ ഓരോ കുടുംബത്തിൻ്റെയും പ്രാർത്ഥനാനാമങ്ങൾ കുടികൊള്ളുന്നത് ഇടവകയുടെ ഐക്യത്തിൻ്റെയും ഭക്തിയുടെയും അടയാളമായി മാറുമെന്ന് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി അറിയിച്ചു. ചടങ്ങുകൾക്ക് ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ് ചെറുതാണിക്കൽ, ഫാദർ അമൽ ചാഴൂർ, ഫാദർ ലിവിൻ ചൂണ്ടൽ, ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ച ഫാദർ ജെയിംസ് വടക്കൂട്ട് എന്നിവരും കൈക്കാരന്മാരായ ജെയ്സൺ വടക്കൂട്ട്, KA ജോസൺ, OT ജോസഫ് ലിയോ, KJ ബാബു എന്നിവരും നേതൃത്വം നൽകി. കുടുംബസമ്മേളന പ്രസിഡന്റുമാർ തങ്ങളുടെ യൂണിറ്റുകളിലെ കാർഡുകൾ പരിശുദ്ധ കുർബാനയിൽ കാഴ്ചയായി സമർപ്പിച്ചു. പതിവ് പോലെ നോമ്പുകാല ബുധനാഴ്ച ആചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന സൗജന്യ നേർച്ചയൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. തുടർന്ന് കുട്ടികൾക്കുള്ള ചോറൂണും ഉണ്ടായിരുന്നു. എയ്യൽ പാറപ്പുറത്ത് വീടിന്റെ ടെറസിൽ കൂട്ടിയിട്ടിരുന്ന വിറകിന് തീപിടിച്ചു. കുന്നത്തുള്ളി വീട്ടിൽ മോഹൻദാസിന്റെ വീടിന്റെ ടെറസിലാണ് തീപിടുത്തമുണ്ടായത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3:30ഓടെയാണ് സംഭവം. ടെറസിൽ കൂട്ടിയിട്ടിരുന്ന വിറക്, നാളികേരം, ചകിരി എന്നിവയ്ക്കാണ് തീപിടിച്ചത്. കാരണം വ്യക്തമായിട്ടില്ല. നാട്ടുകാരാണ് തീ കത്തുന്നത് കണ്ട് വീട്ടുകാരെ വിവരം അറിയിച്ചത്. കുന്നംകുളം, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ നിന്നും 3 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. സമഗ്ര വികസനത്തോടൊപ്പം കാർഷിക മേഖലയ്ക്കും സാമ്പത്തിക വ്യവസായ മേഖലയ്ക്കും ഊന്നൽ നൽകി കടവല്ലൂർ പഞ്ചായത്ത് ബജറ്റ്. പുതിയ ഭരണസമിതിയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ പ്രഥമ ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. 2026-27 സാമ്പത്തിക വർഷത്തിൽ നികുതി ഇനത്തിൽ 3,30,29,600 രൂപയും 19,12,27,000 രൂപ വിവിധ ഫണ്ടിനത്തിലും ജനറൽ പർപ്പസ് ഫണ്ടായി 3,07,65,000 രൂപയും മുൻ നീക്കിയിരിപ്പായി 15,67,84,101 രൂപയും ചേർത്ത് 46,60,23,558 രൂപ വരവും 43,34,95,357 രൂപ ചെലവും 3,25,28,101 രൂപ മിച്ചവും കണക്കാക്കുന്ന 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് പഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും വൈസ് പ്രസിഡന്റുമായ KM സലീമാണ് അവതരിപ്പിച്ചത്. പൊതുവിഭാഗത്തിന്റെ ഉൽപാദന മേഖലയ്ക്ക് 1,61,91,085 രൂപയും സേവന മേഖലയിൽ 11,29,75,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 5,36,54,546 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പ്രത്യേക ഘടക പദ്ധതി വിഭാഗങ്ങൾക്കായി ഉൽപാദന മേഖലയിൽ 32,53,800 രൂപയും സേവന മേഖലയ്ക്ക് 3,18,52,226 രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. കൂടാതെ പാർപ്പിടം, കുടിവെള്ളം, ആരോഗ്യം, വിദ്യാഭ്യാസം, ശുചിത്വം, കായികം തുടങ്ങിയ മേഖലകൾക്കും പ്രത്യേകം ഫണ്ടുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അഷ്റഫ്, പഞ്ചായത്ത് സെക്രട്ടറി KR രേഖ, അസിസ്റ്റന്റ് സെക്രട്ടറി TM ഷാനിബ, അക്കൗണ്ടന്റ് TK സരിത, പ്രതിപക്ഷാംഗങ്ങളായ നിഷ അരേക്കത്ത്, സ്മിത മുരളി, സുഹൈൽ, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ എന്നിവർ സംസാരിച്ചു. CPIM പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഇറാൻ US ഇസ്രയേൽ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇനിയൊരു യുദ്ധം വേണ്ട, സ്റ്റോപ്പ് വാർ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സമാധാനത്തിനായി CPIM പാലുവായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുദ്ധവിരുദ്ധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. മാമ ബസാറിൽ നടന്ന കൂട്ടായ്മ മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CV സുരേഷ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി MA ഷാജി, PK നൌഫൽ, ബിന്ദു അജിത് കുമാർ എന്നിവർ സംസാരിച്ചു.
വടക്കേക്കാട് സലഫി മസ്ജിദ് എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹിഫുൾ കോളേജ് പ്രഖ്യാപനവും ഇഫ്താർ സംഗമവും വ്യാഴാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും മനഃപാഠമാക്കാൻ ജില്ലയിലും തൊട്ടടുത്ത പ്രദേശങ്ങളിലും സൗകര്യപ്രദമായ കേന്ദ്രം എന്ന നിലയിലാണ് പാലക്കാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തി പ്രദേശമായ വടക്കേക്കാട് റെസിഡൻഷ്യൽ ഹിഫുൾ കോളേജ് ആരംഭിക്കുന്നത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ കീഴിൽ നടത്തുന്ന ഹിഫുൾ കോളേജിന്റെ പ്രഖ്യാപനവും തുടർന്നു നടക്കുന്ന ഇഫ്താർ സംഗമവും തൊഴിയൂർ നമാസ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 നടക്കും. ഹിഫുൾ കോളേജ് പ്രഖ്യാപനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൾ ലത്തീഫ് മദനി നിർവഹിക്കും. മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തുന്ന വേദിയിൽ ഷമീർ മദീനി, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി അൻവർ അബൂബക്കർ, ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് ജമാൽ പുന്നയൂർക്കുളം എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ ലത്തീഫ് പുന്നയൂർക്കുളം, വടക്കേക്കാട് സലഫി മസ്ജിദ് എഡ്യൂക്കേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി ഷക്കീർ ചേമ്പത്ത്, വിസ്ഡം യൂത്ത് ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൾ വാഹിദ്, വടക്കേക്കാട് സലഫി മസ്ജിദ് ഇമാം അനീസ് റഹ്മാൻ ഇസ്ലാഹി, വിസ്ഡം വടക്കേക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് മുളക്കാഞ്ചേരി, ഇർഷാദ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. NREG വർക്കേഴ്സ് യൂണിയൻ പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റി പാറയമ്പാടം പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സാധാരണ ജനങ്ങളുടെ ഉപജീവന മാർഗമായിരുന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിന്റെ നയത്തിൽ പ്രതിഷേധിച്ചും തൊഴിലുറപ്പ് നിയമം പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ മാർച്ചും ധർണയും യൂണിയൻ ഏരിയ സെക്രട്ടറി ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് വിജിത പ്രജി അധ്യക്ഷത വഹിച്ചു. CPIM ലോക്കൽ സെക്രട്ടറി KM നാരായണൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ശ്രീജ മണികണ്ഠൻ, ശൈലജ, NREG വർക്കേഴ്സ് അംഗങ്ങൾ എന്നിവർ ധർണയിൽ പങ്കെടുത്തു. റോഡ് സുരക്ഷയും യാത്രയിൽ പാലിക്കേണ്ട നിയമങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾക്കായി കുന്നംകുളം പിസാറ്റ് കോളേജിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. ഗുരുവായൂർ ജോയിന്റ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ രമേശ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന നിയമങ്ങൾ, സുരക്ഷാ മുൻകരുതലുകൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചു. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കും അവരുടെ കുടുംബങ്ങൾക്കും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന തീരാ നഷ്ടങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ച് പ്രൊജക്ടറിന്റെ സഹായത്തോടെ അദ്ദേഹം വിവരിച്ചു. പലപ്പോഴും നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പിസാറ്റ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ PK ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CO നിഖിൽ, പ്രിൻസിപ്പാൾ ലീന, HOD മൃദുല, അക്കാദമിക് ഹെഡ് കീർത്തന എന്നിവർ സംസാരിച്ചു. റോഡ് നിയമങ്ങളെക്കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന ധാരണകളേക്കാൾ ആഴത്തിലുള്ള അറിവ് ലഭിക്കാൻ ക്ലാസ് സഹായിച്ചുവെന്ന് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു. മാർച്ച് 8 ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സൗജന്യ യോഗ ക്ലാസുകൾ ആരംഭിക്കുന്നു. ജീവിതശൈലി രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, അമിതവണ്ണം എന്നിവയിൽ നിന്നും മോചനം നേടുന്നതിനായി 1 മാസത്തെ സൗജന്യ യോഗ പരിശീലനമാണ് വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. രാവിലെ 6 മണി, 7, 9:30 എന്നീ സമയങ്ങളിലും വൈകിട്ട് 6:30 യോഗ പരിശീലനം നടക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 92 88 19 22 54, 94 97 17 60 17 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഗുരുവായൂർ വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കോട്ടപ്പടിയിൽ നീതി മെഡിക്കൽസ്, നീതി ഹൈടെക് ലാബ്, നീതി വളം ഡിപ്പോ എന്നിവ പ്രവർത്തനം ആരംഭിച്ചു. NK അക്ബർ MLA ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. മെഡിക്കൽസ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സബീന പരീദും, ലാബ് തൃശൂർ ജില്ലാ പോലീസ് സഹകരണ സംഘം വൈസ് പ്രസിഡന്റ് P രാജുവും, വളം ഡിപ്പോ ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോടും ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. സഹകരണ സംഘം പ്രസിഡന്റ് TN മുരളി, സെക്രട്ടറി സോണി സതീഷ്, GR രുക്മിണി, CV ശശിധരൻ, AI ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലെ മുൻ ലൈബ്രറിയനും കവിയും സാഹിത്യകാരനുമായ മറ്റം കണ്ടിയൂർ ശങ്കർജി മറ്റത്തിന്റെ മകനുമായ കീർത്തി നിര്യാതനായി. 59 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. ദീപയാണ് ഭാര്യ. ആർദ്ര, ആർഷ എന്നിവർ മക്കളാണ്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയിലെ ലൈബ്രറിയനായ KS കീർത്തിയുടെ ആകസ്മിക വേർപാടിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അനുശോചന യോഗം ചേർന്നു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന അനുശോചന യോഗത്തിൽ പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജെയിംസ് കാട്ടൂക്കാരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK സുദീപ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശിവൻ വാഗ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ VK ദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ KT മനോജ്, M ഗംഗാധരൻ മാസ്റ്റർ,
പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആന്റോ, കരാറുകാരൻ അഡ്വക്കേറ്റ് ഗിൽസൺ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ബൈജു വിൻസെന്റ്, സ്റ്റാഫ് അംഗങ്ങളായ MP ക്രിസ്റ്റി, PK ഷീജ എന്നിവർ സംസാരിച്ചു. 1991 മുതൽ പഞ്ചായത്ത് ലൈബ്രറിയിൽ ലൈബ്രറിയനായി പ്രവർത്തിച്ചു വരികയായിരുന്ന കീർത്തിക്ക് ചൊവ്വാഴ്ച രാത്രി നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തിയ ശേഷമാണ് പഞ്ചായത്ത് ഓഫീസിൽ അനുശോചന യോഗം ചേർന്നത്. AL നിർമ്മലമാത കോൺവെന്റ് സ്കൂളിലെ മെറിറ്റ് ഡേ ആഘോഷം പ്രശസ്ത ഗായിക പത്മഭൂഷൺ KS ചിത്ര ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജിയോ തെരേസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PTA-യിൽ വർഷങ്ങളായി സജീവമായി പ്രവർത്തിക്കുന്ന MV തോമസിനെയും മെറിറ്റ് ഡേ അവാർഡ് ജേതാക്കളെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ജൂബിലി, കേക്ക് മുറിക്കൽ, അതിഥി ആദരം, സമ്മാനദാനം എന്നിവ നടന്നു. 10-12 ക്ലാസുകളിൽ മികച്ച വിജയം നേടിയ കുട്ടികളെ KS ചിത്ര ആദരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, വാർഡ് മെമ്പറും എഡ്യൂക്കേഷണൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ PA ഉണ്ണികൃഷ്ണൻ, നിർമ്മൽ റാണി പ്രൊവിൻസിന്റെ വൈസ് പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിൻസ മരിയ പരേക്കാടൻ, വൈസ് പ്രിൻസിപ്പാൾ സിസ്റ്റർ ജീൻ മേരി, PTA വൈസ് പ്രസിഡന്റ് ഉണ്ണിമായ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായി. ലോക ഗ്ലോക്കോമ വാരാചരണത്തിനോടനുബന്ധിച്ച് ഡോക്ടർ റാണി മേനോൻ മാക്സി വിഷൻ ഐ ഹോസ്പിറ്റലിലെ വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. മാർച്ച് 15 വരെ തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം എന്നിവിടങ്ങളിലെ ബ്രാഞ്ചുകളിൽ സേവനം ലഭ്യമാകും. സൗജന്യ നേത്ര പരിശോധന, ഗ്ലോക്കോമ ടെസ്റ്റ്, ഗ്ലോക്കോമ ഉള്ളവർക്ക് ആവശ്യമായ സ്കാനിംഗ് സൗജന്യമായിരിക്കും. ശസ്ത്രക്രിയയ്ക്കും കണ്ണടകൾക്കും 15% കിഴിവും നൽകും. ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് ഹെൽത്ത് പ്രിവിലേജ് കാർഡും നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് 98 46 87 82 22, 92 07 75 89 16 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 15,080 രൂപ, പവന് 1,20,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 285 രൂപ. ചരമം പഴഞ്ഞി ചെറുതുരുത്തി കോടത്തൂർ വീട്ടിൽ ലീല നിര്യാതയായി 79 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കേശവൻ ഭർത്താവും ഷാജൻ സതീശൻ, ശൈലജ, ഷീജ എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ കാരയൂർ ഗവൺമെന്റ് LP സ്കൂളിന് സമീപം കാരക്കാട്ട് ശശി നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. ശാരദയാണ് ഭാര്യ. ശബന, ശാന്തി, ശ്യാം, ശ്രീകുമാർ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് SSLC ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് വ്യാഴാഴ്ച തുടക്കമാകും. 4,18,000-ലധികം വിദ്യാർത്ഥികളാണ് 10ാം തരം പരീക്ഷ എഴുതുന്നത്. ചോദ്യപേപ്പറുകളും ഉത്തരക്കടലാസുകളും ട്രഷറികളിലും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിലും എത്തിക്കുന്ന നടപടികൾ പൂർത്തിയായി. യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ പരീക്ഷകൾ മാറ്റിവെച്ചു. കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ രാജിവെച്ചു. CPM ധാരണ പ്രകാരമാണ് രാജി. AV ഗോപിനാഥ് പുതിയ ചെയർമാനാകുന്നത് സംബന്ധിച്ച ധാരണയായെന്ന സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തൃത്താലയിൽ VT ബൽറാമിനെതിരെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെ പടയൊരുക്കം. ഒരു വിഭാഗം നേതാക്കൾ പ്രത്യേക ഗ്രൂപ്പ് യോഗം ചേർന്നു. ഏകാധിപത്യ രീതികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന വിമർശനം. ഗുരുവായൂരപ്പന് മുന്നിൽ ഭക്തിഗാന മാധുര്യവുമായി മലയാളത്തിന്റെ വാനം പാടി KS ചിത്ര. ഭക്തി നിറവിൽ ഗാനസമർപ്പണം ഹൃദയത്തിലേറ്റുവാങ്ങി ഭക്തസഹസ്രങ്ങൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.